അയ്യോ അശോകന്റെ ബോഡിഗാർഡ് വരുന്നു പറഞ്ഞ നേരാ. എല്ലാരും കൂടി ആനിച്ചോണ്ട് വരുന്നുണ്ട്. വന്നേ വന്നേ വാ. അമ്മോ അമ്മോ എന്താ എവിടെയാ? വേഗം വാ, ബോഡിഗാർഡിങ് എത്തി. കാണുന്നുണ്ടെങ്കിൽ വേഗം വാ. എവിടെ എവിടെ ഏതാ? ബ്ലൂ ജീൻസും ബ്രൗൺ ടീഷർട്ടും ഇട്ട് വരുന്നത് കണ്ടൂടെ? വിശക്കുന്നുണ്ടാ ബോഡിഗാർഡ്? നിന്നെ കടിച്ച് തിന്നണമെന്നുണ്ട് എനിക്ക്. അയ്യേ ഇതെന്ത് ബോഡിഗാർഡ്? കണ്ട തോന്നണില്ലല്ലേ? ഇത് അശോകന്റെ ഗാർമെന്റ് ഫാക്ടറിയാ. കുന്നൂർ കടവിലെ കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരും ഇവിടുത്തെ ജോലിക്കാരാ. ബോഡിഗാർഡ് ഇങ്ങോട്ട് നോക്കുന്നു. വിശക്കണണ്ടാ? ഇതൊരു കഷ്ടമല്ലേ ഈശ്വര. മതി മതി വന്നേ വന്ന് ജോലി നോക്കി. ഇതാണ് ഈ വീടിന്റെ ഗേറ്റ്. ഇത് തുറന്നാലേ അകത്ത് കയറാൻ പറ്റൂ. അല്ല ഇവരൊക്കെ മറന്നുപോയാ? ഇവരൊക്കെ അവിടെ മുതലേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവരെല്ലാവരും കൊണ്ട് അകത്തേക്ക്. അതാണ് അശോകേട്ടന്റെ ഭാര്യ രാധാമണി ചേച്ചി. ഒപ്പമുള്ള കാർക്കോടകനാണ് കാര്യസ്ഥൻ മേനോൻ. പിന്നാലെ വരുന്നതിന്റെ മുറപ്പെട്ട് മല്ലിക. നേരിക്കാണുന്ന പോലെയല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. മേനോൻ ചേട്ടാ നമസ്കാരം. മണി ചേച്ചി, ഇതാണ് നമ്മൾ അശോകേട്ടനും വേണ്ടി വന്നിരിക്കുന്ന ബോഡിഗാർഡ്. നമസ്കാരം. അശോകേട്ടൻ ഇവിടെ ഇല്ലല്ലോ, എന്താ ചെയ്യാ? അല്ല അശോകേട്ടൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി കണ്ടു. എവിടെ? ദുബായിലോ? എടോ ആള് നാളെ വൈകിട്ടേക്ക് എത്തും. അതുകൊണ്ട് താൻ പോയിട്ട് 2 ദിവസം കഴിച്ചിട്ട് വാ. 2 ദിവസോ? അയ്യോ എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. അല്ലെങ്കിലും തിരിച്ചു പോകാൻ ഗവൺമെന്റ് സമ്മതിക്കണ്ടേ? ഇമ്മല്ല നീലം പറഞ്ഞല്ലേ നിന്നോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ നിനക്ക് എന്താടാ പണി? ഏയ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാ. ഉടനെ ഞാൻ സേതുക്കനെ വിളിച്ച് ന്യൂസ് കൊടുക്കും. ഓ അപ്പൊ നീ ബസ്സേന്നേ പണി തുടങ്ങി. അതുകൊണ്ട് എന്താ എമ്മാതിരി വെടിക്കെട്ടായിരുന്നു ബസ് സ്റ്റാൻഡില്. ഇവനുണ്ടെങ്കിൽ പിന്നെ വേറെന്തിന് വെടിക്കെട്ട്? ആ ബോഡിഗാർഡ് പേര് ജയകൃഷ്ണൻ. മേനോൻ. മേനോൻ ബാലകൃഷ്ണ മേനോൻ, ഇവിടുത്തെ കാര്യസ്ഥ. ആ രാധാമണിയമ്മേ, അശോകേട്ടൻ വരുന്നവരെ ഈ ബോഡിഗാർഡിനെ നമുക്ക് കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചാലോ? അതിനാ പെണ്ണ് സമ്മതിക്കോ? അവളല്ലേ ഇപ്പൊ അവിടുത്തെ സൂപ്പർവൈസർ. ആര്? അമ്മു. അമ്മുവിനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ബോഡിഗാർഡിനെ ബ്ലാക്ക് ആക്ഷനൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കും. ഈ ഗസ്റ്റ് ഹൗസിൽ പറ്റില്ല. നമുക്കിങ്ങനെ വലയിടത്ത് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ അമ്മു? ഇത് ഗവൺമെന്റ് വിട്ടിരിക്കുന്ന ആളല്ലേ? അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ മുഴുവൻ പെൺകുട്ടികളാ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ ഇയാളെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത്? എന്നെ നോക്കാമെന്ന വിവരം അറിയും. അങ്ങനെ ആർക്കും വളയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പോഴും ഇയാൾ വളയ്ക്കുന്ന കാര്യം പറയുന്നത്. ഇയാളാണ് ശരിയല്ല. പുറത്തു പോകാൻ ബോഡിഗാർഡേ എന്താ ഈ കാണിക്കണത്? പുറത്തുനിന്ന് വന്ന ഒരാളോട് കാണിക്കേണ്ട മര്യാദയാണോ ഇത്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആ ബോഡിഗാർഡ് അകത്തേക്ക് പൊക്കോ, എല്ലാം ശരിയാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് തീർത്തോളാം. ആ കൊള്ളാം. ഈ അശോകേട്ടന്റെ ബോഡിഗാർഡ് ആവുന്നതിൽ ഒരു അന്തസ്സുണ്ട്. ഗോപികമാരുടെ നടുവിലെ കൃഷ്ണൻ വെരി ഡേഞ്ചറസ്. വെറുതെ അല്ല പെണ്ണിന് ഇത്ര അഹങ്കാരം. തൊടാനും തോളത്ത് കൈയിടാനൊക്കെ നിന്നുകൊടുത്ത ആളെ വശത്താക്കിയിരിക്കാ പെണ്ണ്. എന്താ ഛേദം? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഈ ബോഡിഗാർഡ് എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല പണി. അശോകേട്ടന്റെ പേര് ചീത്തയാവാണ്ട് നോക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം. അതിന് പേര് ചീത്തയെന്ന് ആര് പറഞ്ഞു? പിന്നെ ചുമ്മാതാണ് ആളുകൾ അത് പറയുന്നത്. ആളുകൾ എന്ത് പറയുന്നത്? വേറെന്ത്, ഭയങ്കര ലേഡീസ് വീക്ക്നെസ് ഉള്ള ആളെ അശോകേട്ടൻ പുറത്ത് പറയുന്നത്. ഇതല്ലേ ആളുകൾ കാണുന്നത്. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ശത്രുക്കളായ ആണുങ്ങളിൽ നിന്നല്ല, മിത്രങ്ങളായ പെണ്ണുങ്ങളിൽ നിന്നാണ് അശോകേട്ടൻ ആദ്യം രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മേലിൽ അശോകന്റെ മുമ്പിൽ ചെന്ന് കൊഞ്ചാനോ കൊഴിയാനോ താനെന്നല്ല ഒരു പെണ്ണിനെയും ഈ ബോഡിഗാർഡ് അനുവദിക്കുന്നല്ല. അച്ഛനെ പോലുള്ള ഒരാള് എന്റെ തോളത്തൊന്ന് കൈവച്ചതിനാണോ ഈ അനാവശ്യമൊക്കെ പറയുന്നത്? കുട്ടിക്ക് അച്ഛനെ പോലെ ആയിരിക്കാം, ചിലപ്പോ അശോകേട്ടൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ നാട്ടുകാർ കാണുന്നും പറയുന്നൊക്കെ വേറൊരു രീതിയില. അതുകൊണ്ടാ പറയുന്നത് കുട്ടി സൂക്ഷിച്ചാൽ കുട്ടിക്ക് നല്ലത്, അശോകേട്ടൻ നല്ലത്, എനിക്കും നല്ലത്. ഈ കുട്ടി അങ്ങനെ ചീത്തയൊന്നുമല്ല. പക്ഷേ അശോകേട്ടൻ ചുമ്മാ ആളുകൾ പറയൂ.